എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന്. അതിനായിട്ടൊരു ബൗളിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ആദ്യം ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ റവയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരുപാട് തടിച്ച റവയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒന്ന് മിക്സറിൻ്റെ ജാറിലിട്ട് പൊടിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ കറുത്ത എള്ളും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 3/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വറുത്ത നിലക്കടലയാണ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഞാനിവിടെ 1/4 കപ്പാണ് എടുത്തിരിക്കുന്നത്. അത് മിക്സറിൻ്റെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണയിൽ 1 തണ്ട് കറിവേപ്പില ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതാകുമ്പോൾ കറിവേപ്പില നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ സഹായിക്കും. ഇനി എല്ലാം കൂടെ ആദ്യം സ്പൂൺ ഉപയോഗിച്ച് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം കൈ ഉപയോഗിച്ച് നല്ലപോലെ തന്നെ ഞെരടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ആ ഒരു സമയമാകുമ്പോഴേക്കും നമ്മൾ ചേർത്ത കറിവേപ്പിലയൊക്കെ നല്ലപോലെ തന്നെ മിക്സായി വന്നോളും. ഇതിപ്പോൾ നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇത് കുഴച്ചെടുക്കാം. വെള്ളം കുറച്ചായിട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ചപ്പാത്തി കൂട്ടിനേക്കാളും ഒരല്പം ടൈറ്റായിട്ടുള്ള കൂട്ടാണ് വേണ്ടത്. നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് വേണ്ടത്. പക്ഷേ ചപ്പാത്തി കൂട്ടിൻ്റെ അത്ര സോഫ്റ്റാക്കി എടുക്കണ്ട, ഒരല്പം കട്ടിയിലെടുത്തോളൂ. വെള്ളം കുറച്ചായി മാത്രം ചേർക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇതുപോലെ കൂട്ടൊന്ന് തയ്യാറായി വന്നതിന് ശേഷം ഒരു 2 മിനിറ്റ് നേരം കൈയെടുക്കാതെ നീഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അതിനുശേഷം ഒരു 10 മിനിറ്റ് നേരം ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. റവയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ ഒരു 10 മിനിറ്റ് നേരം എന്തായാലും റെസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഇപ്പോൾ ഏകദേശം 10 മിനിറ്റോളം ഞാൻ നന്നായിട്ട് തന്നെ റെസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കൂട്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി ഇതെങ്ങനെയാണ് ഷേപ്പ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ മൊത്തം കൂട്ടിന് 4ആയിട്ടൊന്ന് ഭാഗിച്ചെടുത്തിട്ടുണ്ട്. ഒരല്പം വലിയ ഉരുളകളാക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് ഒരു ഉരുള എടുത്തിട്ട് നമുക്ക് പരത്തിയെടുക്കാം. സാധാരണ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ തന്നെ പരത്തിയെടുക്കാം. നല്ല നേർത്ത് തന്നെ പരത്തിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിച്ചോളൂ. ഇതുപോലെ പരത്തിയെടുത്തതിന് ശേഷം നമുക്കൊരു ഫോക്ക് ഉപയോഗിച്ച് എല്ലാ ഭാഗത്തേക്കും ഒന്ന് കുത്തി കൊടുക്കാം. ഇങ്ങനെ ചെയ്തെടുക്കുന്നത് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പൂരി പോലെ പൊന്തി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ പരത്തിയെടുത്തതിന് ശേഷം നമുക്കിത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിതിപ്പോൾ ഇതുപോലത്തെ ഒരു പാത്രം ഉപയോഗിച്ചാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കട്ടർ ഉപയോഗിച്ച് വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ചൂടായ എണ്ണയിൽ ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ആ ഒരു പാനിലേക്ക് എത്രയാണോ കൊള്ളുന്നത് അതിന് പാകത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നല്ല ചൂടായ എണ്ണയിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് എല്ലാ ഭാഗവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂട് ചെറുതായിട്ട് മാറി വന്നതിന് ശേഷം നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ 1 മാസത്തോളമൊക്കെ കേടാകാതെ ഇരുന്നോളും. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുതേ.